السلام عليكم الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد സ്നേഹനിധികളായ മുഅ്മിനീങ്ങളെ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ ഈ സയ്യിദിയ മജ്ലിസിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അവരെ ഹലാലായ മുറാദുകളെ നീ ഹാസിലാക്കണേ അല്ലാഹ്. അവരെ ചെറുതും വലുതുമായ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. അവരുടെ ഉദ്ദേശങ്ങളെ നീ പൂർണ്ണീച്ചു കൊടുക്കണേ അല്ലാഹ്. ഒരു മജ്ലിസ് പോലും മുടങ്ങാതെ വീക്ഷിക്കുന്നവർ നമ്മളെ മജ്ലിസിലുണ്ട്. അല്ലാഹുവേ എന്ത് മുറാദ് വെച്ചിട്ടാണോ അവർ ഈ മജ്ലിസിൽ ഇരിക്കുന്നത് അല്ലാഹ്, അവരെ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാഹ്. അവരെ മുറാദ് നീ ഹാസിലാക്കണം അല്ലാഹ്. അവരുടെ ഉദ്ദേശങ്ങൾ നീ പൂർണ്ണീച്ചു കൊടുക്കണം അല്ലാഹ്. ഇൻഷാ അല്ലാഹ് പവിത്രതകളേറെ നിറഞ്ഞ പുണ്യങ്ങളുടെ പൂക്കാലമായ റമളാനിനെ ഇൻഷാ അല്ലാഹ് 7ാമത്തെ ദിവസത്തിലാണ് എൻ്റെ മുഅ്മിനീങ്ങളെ ഞാനും നിങ്ങളും നിലകൊള്ളുന്നത്. 7ാമത്തെ പകലിൽ റഹ്മത്തിൻ്റെ പത്തിത നമ്മളോട് വിട പറയുകയാണ്. റഹ്മത്തിൻ്റെ പത്തിത നമ്മളോട് വിട പറയുന്നു. ഇനി നമ്മളിലേക്ക് കടന്നു വരുന്നത് മഅഫിറത്തിൻ്റെ പത്താണ്. മഅഫിറത്തിൻ്റെ പത്താണ്, പാപമോചനത്തിൻ്റെ പത്താണ് എൻ്റെ മുഅ്മിനീങ്ങളെ. ആ പത്തിലും ധാരാളം ദിക്റുകൾ ചൊല്ലാൻ അല്ലാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ ദിക്റുകൾ അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ തസ്ബീഹുകൾ ഇസ്തിഗ്ഫാറുകൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുകൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹിന്റെ റൗള ശരീഫിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. നീ എത്തിക്കണേ അല്ലാഹ്. ധാരാളം മുറാദുകളുള്ള ഈ ഒരു മജ്ലിസിലുണ്ട് അല്ലാഹ്. അവരെ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാഹ്. അവരുടെ ഉദ്ദേശങ്ങളെ നീ പൂർണ്ണീച്ചു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾ നോറ്റി വീട്ടിയ നോമ്പുകൾ അല്ലാഹുവേ കുറ്റമറ്റ രീതിയിൽ അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാഹ്. ധാരാളം ആളുകൾ മുടങ്ങാതെ നമ്മളെ മജ്ലിസ് വീക്ഷിക്കുന്നവരുണ്ട്. പല മുറാദുകൾ മനസ്സിൽ കരുതിക്കൊണ്ട് നമ്മളെ മജ്ലിസിൽ ഇരിക്കുന്നവരുണ്ട്. അല്ലാഹുവേ ഒരു മുറാദ് നീ ഹാസിലാക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇന്നലെ നടന്നൊരു സംഭവം ഇൻഷാ അല്ലാഹ് നമുക്ക് പറഞ്ഞുകൊണ്ട് നമ്മളെ മജ്ലിസ് തുടങ്ങാം. ഇത് പറയാതിരിക്കാൻ വയ്യ. നമ്മളെ മജ്ലിസിൻ്റെ ഒരു അത്ഭുതമാണ് ഞാൻ പറയുന്നത്. ഇത് ഇന്നലെ നടന്നതാണ്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരി എനിക്ക് വിളിച്ചിരുന്നു. ഒരു സഹോദരി വലിയ സങ്കടത്തോടുകൂടി വലിയ പ്രയാസത്തോടുകൂടി എനിക്ക് വിളിച്ചു. എനിക്ക് വിളിച്ചിട്ട് ആ സഹോദരി പറഞ്ഞത്, തങ്ങളെ ഞാനിങ്ങനെ മജ്ലിസിൽ കാണുമ്പോൾ അതിൻ്റെ ഇടയിൽ തങ്ങളെ മജ്ലിസ് ഞാൻ കാണാനിടയായി. അപ്പോൾ അതിൽ കണ്ട നമ്പറിൽ ഞാൻ വിളിച്ചതാണ്. ഞാൻ വലിയ പ്രയാസത്തിലാണ്, വലിയ ഇടങ്ങേറിലാണ്, വലിയ ബുദ്ധിമുട്ടിൽ കുടുങ്ങി നിൽക്കുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് ബുദ്ധിമുട്ട്? നിങ്ങൾ പറഞ്ഞോളി. ഇൻഷാ അല്ലാഹ് പരിഹാരം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് പറഞ്ഞു തരാമല്ലോ. എന്താ ചെയ്യാൻ പറ്റുക നമുക്ക് പറഞ്ഞു തരാമല്ലോ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ പറഞ്ഞോളി. അപ്പോൾ ആ സഹോദരി എനിക്ക് വിളിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് ആ സഹോദരി എന്നോട് പറയാണ്, തങ്ങളെ വലിയ വിഷമത്തിലാണ്, വലിയ പ്രയാസത്തിലാണ്, വലിയ ബുദ്ധിമുട്ടിലാണ്. ഞാൻ ചോദിച്ചു, എന്താണ് ബുദ്ധിമുട്ട്? നിങ്ങൾ പറഞ്ഞോ. അപ്പോൾ ആ സഹോദരി പറയാണ്, എൻ്റെ മോള് പ്രഗ്നൻ്റ് ആണ് തങ്ങളെ. ആദ്യത്തേതാണ്. വലിയ വിഷമത്തിലാണ്, വലിയ പ്രയാസത്തിലാണ്, വലിയ ഇടങ്ങേറിലാണ് തങ്ങളെ. ഞാൻ ചോദിച്ചു, എന്താണ് പ്രയാസം, എന്താണ് ഇടങ്ങേറ്? ഞങ്ങൾ 4ാമത്തെ മാസം ഞങ്ങൾ ടെസ്റ്റ് ചെയ്തിരുന്നു. ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത സമയത്ത് ഡോക്ടർമാർ പറഞ്ഞത് കുട്ടിക്കൊരു അവയവുമില്ല, കുട്ടിക്കൊരു അവയവവും കാണുന്നില്ല. അത് കേട്ടത് മുതൽ വലിയ പ്രയാസത്തിലാണ്, വലിയ ബുദ്ധിമുട്ടിലാണ്. ഒന്നുകിൽ നിങ്ങളിത് നീക്കം ചെയ്യണം, ഒഴിവാക്കണം, അല്ലെങ്കിൽ ഇതുകൊണ്ട്
കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണം, നിങ്ങളുടെ റിസ്കിൽ നിങ്ങൾ മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞപ്പോൾ ആ സങ്കടത്തിലാണ്. ആരോട് പറയാൻ, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല, തങ്ങൾ ഇതിന് വലിയ പരിഹാരം എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞുകൊണ്ട് ആ സഹോദരി വീണ്ടും അങ്ങ് പൊട്ടിക്കരയാണ്, വീണ്ടും പൊട്ടിക്കരയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ കരയല്ല, നിങ്ങൾ പ്രയാസപ്പെടല്ല, അള്ളാനോട് നമുക്ക് ചോദിക്കാം, അള്ളാനോട് നമുക്ക് ചോദിക്കാം. ഞാൻ പറഞ്ഞു കൊടുത്തത് നിങ്ങൾ 4444 നാരിയത്ത് സ്വലാത്ത് നിങ്ങൾ ചൊല്ലണേ. ഒരു 4444 നാരിയത്ത് സ്വലാത്ത് ചൊല്ലുക. അതുമാത്രമല്ല, ബദരീങ്ങളെ പേർക്കൊരു യാസീൻ നിങ്ങൾ പതിവാക്കണേ. ബദരീങ്ങളെ പേർക്കൊരു യാസീൻ പതിവാക്കാൻ പറഞ്ഞു. ഒരു യാസീൻ ബദരീങ്ങളെ പേർക്ക് ഞാൻ ഓതാൻ പറഞ്ഞു. പിന്നീട് ഞാൻ പറഞ്ഞത്, നിങ്ങൾ സ്ഥിരമായി മജ്ലിസിൽ പങ്കെടുക്കണേ. ഈ മജ്ലിസിൽ ചൊല്ലുന്ന ദിക്റുകൾ നിങ്ങൾ ചൊല്ലണം. ഈ മജ്ലിസിലെ ദുആയിൽ നിങ്ങൾ പങ്കെടുക്കണം. അന്ന് മുതൽ ഇതാ ഇന്നലെ വരെ എന്നുള്ള കണക്ക് മാത്രം എനിക്കറിയുള്ളൂ. ഇന്നലെ വരെ ആ സഹോദരി പങ്കെടുത്തിരുന്നു. ഇന്നും ആ സഹോദരി കേൾക്കുന്നുണ്ടാകും, ആ സഹോദരി കേൾക്കുന്നുണ്ടാകും. ഇന്നലെ എനിക്ക് വിളിച്ചു പറഞ്ഞത് അത്ഭുതം നിങ്ങൾക്കറിയണോ, ഈ മജ്ലിസിന്റെ ഹക്ക് ജാഉ ബർക്കത്ത് കൊണ്ട്, മഹാന്മാരായ ഉപ്പാപ്പമാരുടെ ഹക്ക് ജാഉ ബർക്കത്ത് കൊണ്ട്, അവരെ കറാമത്ത് കൊണ്ട് ഇന്നലെ വിളിച്ചുകൊണ്ട് ആ സഹോദരി എന്നോട് സന്തോഷം അറിയിക്കുകയാണ്. തങ്ങളെ മകള് പ്രസവിച്ചോ, സുഖപ്രസവമായിരുന്നു, ഒരു ബുദ്ധിമുട്ടില്ല തങ്ങളെ, ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല. കുട്ടി ഐസിയിലാണ്, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടേതാണ്, ഒരു പ്രയാസമില്ല. പാല് കൊടുക്കാൻ കുറച്ച് സമയം കഴിഞ്ഞാൽ ഇങ്ങോട്ട് കൊണ്ടുവരും. ആ സമയത്താണ് എനിക്ക് ആ സഹോദരി വിളിച്ചത്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, ഞാൻ അങ്ങനെയൊന്നും പറയാറില്ല. നിങ്ങൾക്കറിയാലോ, നിങ്ങൾ മജ്ലിസ് കാണുന്നവർക്കറിയാം. ഞാൻ ഇൻഷാ അല്ലാഹ് ഇത് നോമ്പനുഷ്ഠിച്ചുകൊണ്ടാണ് പറയുന്നത്. ഇന്നലെ ഉണ്ടായ സംഭവമാണ്, അതാണ് ഞാൻ ഇന്നത്തെ മജ്ലിസിൽ നിന്ന് പറയണമെന്ന് തോന്നുന്നത്. ഇന്നലെ വിളിച്ചതാണ് ആ സഹോദരി. അത്ഭുതം, അത്ഭുതം. നമ്മൾ ചൊല്ലുന്ന ദിക്റിന്റെ ഒരു അത്ഭുതമാണത്, നമ്മുടെ ദുആഇന്റെ ഒരു അത്ഭുതമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇത് സാദാത്തികളെ നോട്ടമുള്ള മജ്ലിസാണ്, സാദാത്തികളെ ഹാദിറാവുന്ന മജ്ലിസാണ്, അവരെ കുരുത്തവും പൊരുത്തവുമുള്ള മജ്ലിസാണ്, അവരെ ഇജാസിയത്തോടുകൂടി നടത്തുന്ന മജ്ലിസാണ്. ഡോക്ടർമാർ വരെ പറഞ്ഞത് മിറാക്കിൾ സംഭവിക്കണം, അത്ഭുതങ്ങൾ സംഭവിക്കണം. അവരെ ഭാഷയിൽ പറഞ്ഞാൽ അത്ഭുതം സംഭവിച്ചു. എൻ്റെ മുത്തുമിനിങ്ങളെ, അത്ഭുതം സംഭവിച്ചു. നമ്മളെ മജ്ലിസിൻ്റെ ഹക്ക് ജാഉ ബർക്കത്ത് കൊണ്ട് ഇടക്കിടക്കാൻ സഹോദരൻ എനിക്ക് വിളിക്കാറുണ്ട്. വിളിച്ചിട്ട് ഇങ്ങനെ പറയും, ഞാൻ പറയും മജ്ലിസിൽ പങ്കെടുക്കുക, ഞങ്ങൾ മജ്ലിസിൽ പങ്കെടുക്കാറുണ്ട് തങ്ങളെ. ഇതാ ഞാൻ പറയുന്നത്, നിങ്ങളൊരു മുറാദ് കരുതിട്ട് ഇരുന്നാൽ, അത്ഭുതാത്മാർത്ഥതയോടുകൂടി ഇഖ്ലാസോടുകൂടി നിങ്ങൾ ഇരുന്നാൽ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ കാണാം. എൻ്റെ മുത്തുമ്മിനിങ്ങളെ, അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ കാണാം. അല്ലാഹുവേ, 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 ഞങ്ങളെ മുറാദുകളെ നീ ഹസനാക്കണം അല്ലാ, ഞങ്ങളെ ഉദ്ദേശങ്ങളെ നീ പൂവനീച്ച് തരണേ അല്ലാ. എന്നും മജ്ലിസിൽ ഇരിക്കണം, എന്നും ഇരിക്കണം. 1 2 മജ്ലിസിൽ ഇരുന്നിട്ട് എൻ്റെ കാര്യം റെഡിയായില്ല എന്ന് പറഞ്ഞതിൽ ഒരു അർത്ഥവും ഇല്ല. അതിൻ്റെ അർത്ഥം എന്താ? അവനിക്ക് ഇഖ്ലാസ് ഇല്ല, അവനക്ക് ആത്മാർത്ഥത ഇല്ല എന്നുള്ളത് മാത്രമാണ്. കാരണം ആത്മാർത്ഥത ഉണ്ടെങ്കിൽ എന്നും മജ്ലിസിലിരിക്കും, എന്നും ആ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യും. നമ്മൾ മജ്ലിസിൽ നിന്ന് 5:45 സുബഹി നിസ്കരിച്ച് ഉടനെ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഈ സമയത്ത് ഇന്നിട്ട മജ്ലിസ് ഇതേ സമയം, ആ സമയം അറിയാത്തവരുണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ സമയത്ത് ഇൻഷാ അല്ലാഹ് നിങ്ങൾ പങ്കെടുക്കണേ. നിങ്ങൾ മനസ്സിലുള്ള മുറാദ് മനസ്സിൽ കരുതിക്കൊണ്ട് ആ ഫാത്തിഹ ഓതുമ്പോൾ തന്നെ ഇൻഷാ അല്ലാഹ് മജ്ലിസിൽ എത്തണം. ഫാത്തിഹ ഓതി, ദിക്റുകൾ ചൊല്ലി, തസ്ബീഹുകൾ ചൊല്ലി, സ്വലാത്ത് ചൊല്ലി, കൂട്ടമായിട്ടുള്ള ദുആയിലും പങ്കെടുത്തേ ഇൻഷാ അല്ലാഹ് പ്രിയ റഹ്മത്തിന്റെ അവസാനത്തെ നിമിഷങ്ങളിലാണ് നമ്മുടെ മുഅ്മിനീങ്ങളെ, റഹ്മത്തിന്റെ 10 അവസാനത്തെ നിമിഷങ്ങളിലാണ്. അല്ലാഹു നീ സ്വീകരിക്കണം, അല്ലാഹ് നീ കബൂലാക്കണം. മഹാന്മാരെ ഹളറത്തിലേക്ക് ഫാത്തിഹ ഓതിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദിക്റിന്റെ ദുആഇന്റെ മജ്ലിസിലേക്ക് കടക്കാം. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ വിളിക്കുന്ന മഹാന്മാരെ ഹളറത്തിലേക്ക് എല്ലാവരും എൻ്റെ കൂടെ ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി ഫാത്തിഹ ഓതി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ.
إلى حضرة حبيبنا وشفيعنا مصطفى محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا قطب رباني والعوس السمداني ولادنا الشيخ محي الدين عبد القادر الجيلاني قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا سلطان العارفين أحمد الكبير الرفائي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا أبو الحسن الشاذلي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا فقر الدين باب السلواري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا سلطان الحند خواجة معين الدين الجسطير الأجميري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا إبراهيم بادشاه يربدي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم.
بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا شاه الأميد الناوري قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا داود الحكيم الطفيلي قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين يهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا قطب الزمان السيد علوي المنفرمي قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا قطب الزمان جدي با حسن زمل الليل كدلندي قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا سليمان جن قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا سيما دموري قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة من ماتوا منا خاصة الفاتحة. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين
ആമീൻ. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങൾ ഓതിയ ഫാത്തിഹകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. ഞങ്ങളെ വിളിച്ച ഔലിയാക്കളുടെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. അതിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് ഞങ്ങളുടെ ഉദ്ദേശങ്ങളെ നീ പൂവണിച്ച് നൽകണേ അല്ലാഹ്. ഞങ്ങളെ മുറാദുകളെ നീ ഹാസിലാക്കണേ അല്ലാഹ്. ഞങ്ങളെ രോഗങ്ങൾക്ക് പരിപൂർണ ശിഫ നൽകണേ അല്ലാഹ്. ഈ മഹത്താക്കപ്പെട്ട പുണ്യമാക്കപ്പെട്ട പുണ്യങ്ങളുടെ പൂക്കാലമായ റമളാനിൽ ധാരാളം ഇബാദത്തുകൾ ചെയ്യാൻ, ധാരാളം ദിക്റുകൾ ചൊല്ലാൻ, ധാരാളം ഖത്മുകൾ പൂർത്തീകരിക്കാൻ അല്ലാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മാസങ്ങളിൽ റമളാന് ഞങ്ങൾ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. നീ കബൂലാക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ദിക്റിലേക്ക് കടക്കുകയാണ്. മഹത്താക്കപ്പെട്ട ദിക്ർ എൻ്റെ കൂടെ നിങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഏറ്റു ചൊല്ലണേ. ഇൻഷാ അല്ലാഹ് എൻ്റെ കൂടെ നിങ്ങൾ ചൊല്ല്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലുന്ന ദിക്റുകളെ അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ കബൂലാക്കണേ അല്ലാഹ്. റമളാൻ ആദ്യം മുതൽ അവസാനം 30 ദിവസവും ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചൊല്ലേണ്ട ദിക്ർ, പ്രാവർത്തികമാക്കേണ്ട ദിക്ർ എൻ്റെ കൂടെ നിങ്ങൾ ഏറ്റു ചൊല്ല്. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. അർഹമുർ റഹീമീനായ തമ്പുരാനെ, ഈ ദിക്ർ ഞങ്ങൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ കബൂലാക്കണേ അല്ലാഹ്. ഈ പരിശുദ്ധമാക്കപ്പെട്ട റമളാനിൽ ധാരാളം അമലുകൾ ചെയ്യാൻ, ധാരാളം ഇബാദത്തുകൾ ചെയ്യാൻ, ഖത്മുകൾ പൂർത്തീകരിക്കാൻ, റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നത് വിഭാഗത്തിൽ അല്ലാഹ് ഞങ്ങളെ പെടുത്താൻ അല്ലാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. നീ പെടുത്തണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ തമ്പുരാനെ, ഈ റമളാൻ ഞങ്ങൾ ഒടുക്കത്തെ റമളാനാക്കി മാറ്റല്ല അല്ലാഹ്. ഇനിയും റമളാനിൽ കൂടാനും ധാരാളം ഇബാദത്തുകൾ ചെയ്യാനും നോമ്പനുഷ്ഠിക്കാനും അതിനുള്ള ആഫിയത്ത് അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. അതിനുള്ള ആരോഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. രോഗങ്ങൾ നൽകല്ലേ അല്ലാഹ്. രോഗം തന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് അടുത്തത് നമുക്ക് ചൊല്ലാം. ആദ്യത്തെ 10 ചൊല്ലേണ്ട ദിക്ർ ഇത് നിസ്കാരത്തിന് ശേഷം മാത്രമാക്കണ്ട എൻ്റെ മുഅ്മിനീങ്ങളെ.
ഇത് നിസ്കാരത്തിന്റെ ശേഷം മാത്രമാക്കി ഈ ദിക്റിനെ ഒതുക്കണ്ട. ആദ്യത്തെ 10 ദിവസങ്ങളിൽ നിങ്ങൾക്ക് എപ്പോഴും ചെല്ലാൻ പറ്റുന്ന ദിക്റാണ് ഇൻഷാ അല്ലാഹ്. ഈ സയ്യിദിയ മജ്ലിസ്, സാദാത്യങ്ങളെ നോട്ടമുള്ള മജ്ലിസ്, അവിടുത്തെ കാവലുള്ള മജ്ലിസ് ചൊല്ലിയാ വെറുതെയാവൂല, വെറുതെയാവൂല. എൻ്റെ മുത്തുമുഅ്മിനീങ്ങളെ, ഈ മജ്ലിസിനെ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ എത്തിക്ക്. അവരും ചൊല്ലട്ടെ, അവരും നമുക്ക് കൂട്ടമായിരുന്ന് ദുആ ചെയ്യണ്ട. മുത്തുമുഅ്മിനീങ്ങളെ, ഈ പരിശുദ്ധമാക്കപ്പെട്ട പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാനിൽ ഇങ്ങനെയുള്ള ധാരാളം ദിക്റുകൾ ചൊല്ലാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നീ ഭാഗ്യം അനുഗ്രഹിക്കണേ അല്ലാഹ്. ഏതാണ് ആ ദിക്റ്? അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ, 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 അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. റഹ്മുറാഹിമീനായ തമ്പുരാനെ, ഈ റഹ്മത്തിന്റെ 10 റഹ്മത്ത് കോരിച്ചൊരിയുന്ന 10 അല്ലാഹ്, ഈ ദിക്റ് ഞങ്ങൾ ചൊല്ലുന്നു അല്ലാഹ്. നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലി അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. നിന്റെ റഹ്മത്ത് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. നിന്റെ കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. നിന്റെ കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. റഹ്മത്തിന്റെ നോട്ട് ഞങ്ങളിൽ നീ നൽകണേ അല്ലാഹ്. റഹ്മത്തിന്റെ കാവൽ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ഞങ്ങളെ സമ്പത്തിൽ അല്ലാഹ് നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ വാഹനങ്ങളിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ ഭവനങ്ങളിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ മക്കളിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. അർഹമർ റഹീമീനായ അല്ലാഹ്, ഞങ്ങളെ ഭവനത്തിലും ഞങ്ങളെ വീട്ടിലും ഞങ്ങളെ ജോലിയിൽ നീ റഹ്മത്ത് നിറക്കണേ അല്ലാഹ്. റഹ്മത്തിന്റെ 10 ആണല്ലോ അല്ലാഹ്. ഈ 10 അല്ലാഹ് ഞങ്ങൾക്ക് നീ റഹ്മത്ത് നൽകണേ അല്ലാഹ്. റഹ്മത്ത് നൽകണേ അല്ലാഹ്. റഹ്മത്ത് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ഈ പവിത്രമാക്കപ്പെട്ട റമദാൻ മാസം നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മാസങ്ങളിൽ ഉൾപ്പെടാൻ ഹബീബായ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ച ദുആ കഴിഞ്ഞ മജ്‌ലിസിൽ നമ്മൾ പറഞ്ഞതായിരുന്നു. ഹബീബായ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ച അതിമഹത്താക്കപ്പെട്ട ദുആ എല്ലാ സമയത്തും എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം ഈ ദുആനെ കൊണ്ടുവരണം. നമുക്കിന്ന് കൂട്ടമായി ദുആ ചെയ്യാം. എല്ലാവരും എൻ്റെ കൂടെ നിങ്ങൾ ഏറ്റു ദുആ ചെയ്യ്, കൈ ഉയർത്ത്, അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഇരു കരങ്ങളും ഉയർത്ത് എൻ്റെ മുഅ്മിനീങ്ങളെ. അല്ലാഹുമ്മ ജൽ ഹാദ الشهر الشريف العظيم مباركا شاهدا لنا لا شاهدا علينا وجله حجة لنا لا حجة علينا. اللهم اجعل هذا الشهر الشريف العظيم مباركا شاهدا لنا لا شاهدا علينا وجله حجة لنا لا حجة علينا. اللهم اجعل هذا الشهر الشريف العظيم مباركا شاهدا لنا لا شاهدا علينا وجله حجة لنا لا حجة علينا. اللهم اجعل هذا الشهر الشريف العظيم مباركا شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اجعل هذا الشهر الشريف العظيم مباركا شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اجعل هذا الشهر الشريف العظيم مباركا شاهدا لنا لا شاهدا علينا واجعل حجة لنا لا حجة علينا. اللهم اجعل هذا الشهر الشريف العظيم مباركا شاهدا لنا لا شاهدا علينا واجعل حجة لنا لا حجة علينا.
അർഹമുർ റഹീമീനായ തമ്പുരാനെ ഈ ദുആഇനെ ഞങ്ങൾ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഈ പരിശുദ്ധമാക്കപ്പെട്ട പുണ്യങ്ങളുടെ പൂക്കാലമായ ഈ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മാസങ്ങളിൽ അല്ലാഹ് ഉൾപ്പെടുത്തണേ അല്ലാഹ്, ഉൾപ്പെടുത്തണേ തമ്പുരാനെ. അതിമഹത്താക്കപ്പെട്ട ഒരു ദിക്ർ നമുക്ക് ചൊല്ലാം. എൻ്റെ കൂടെ നിങ്ങൾ ഏറ്റുചൊല്ല്. ഈ സയ്യിദീയ മജ്ലിസിൽ ഇരിക്കുന്ന എൻ്റെ ഉമ്മ, എൻ്റെ പെങ്ങളെ നിങ്ങൾ ചൊല്ല്. നമ്മളെ പ്രയാസങ്ങൾ മാറാൻ, നമ്മളെ ബുദ്ധിമുട്ടുകൾ നീങ്ങാൻ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചൊല്ലിക്കോ. ഏതാണ് ആ ദിക്ർ? യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, 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 യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്കൊരു ഇസ്തിഗ്ഫാർ ചൊല്ലാം. നമ്മളെ പാപങ്ങൾ പൊറുക്കാൻ, നമ്മളിൽ അറിഞ്ഞു വന്നു പോയ പാപങ്ങൾ, അറിയാതെ വന്നു പോയ പാപങ്ങൾ അല്ലാഹ് നീ പുറത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്. ഹസദില്ലാത്ത, കിബ്റില്ലാത്ത നല്ല സംശുദ്ധമായ ഹൃദയങ്ങൾ അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ഈ റഹ്മത്തിന്റെ പത്തിൽ അല്ലാഹ് ഞങ്ങളെ പാപങ്ങളെ നീ പുറത്ത് നൽകണേ അല്ലാഹ്, നീ പുറത്ത് നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് എൻ്റെ കൂടെ നിങ്ങൾ ഏറ്റുചൊല്ല്. നമുക്ക് കൂട്ടമായി ചൊല്ലാം. അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. സുബ്ഹാനല്ലാഹി വബിഹംദിhi സുബ്ഹാനല്ലാഹിൽ അളീം വബിഹംദിhi 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 അസ്തഗ്ഫിറുല്ലാഹ്.
അർഹമുർ റഹീമീനായ തമ്പുരാനെ, ഈ ഇസ്തിഗ്ഫാറിനെ ഞങ്ങൾ നീ സ്വീകരിക്കണം അല്ലാഹ്, നീ കബൂലാക്കണം അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞു വന്നു പോയ പാപങ്ങള്, അറിയാതെ വന്നു പോയ പാപങ്ങള് നീ പുറത്ത് മാപ്പ് നൽകണേ അല്ലാഹ്. നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാഹ്, നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാഹ്, നീ ഞങ്ങൾക്ക് പുറത്ത് നൽകണേ അല്ലാഹ്. ഇനി ഒരിക്കലും അത്തരം പാപങ്ങൾ ഞങ്ങൾ ചെയ്യില്ല അല്ലാഹ്. അതിനുള്ള അവസരം അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. സാഹചര്യത്തിന്റെ അടിമപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ധാരാളം തെറ്റുകൾ ചെയ്തു അല്ലാഹ്, നീ പൊറുക്കണേ അല്ലാഹ്, നീ മാപ്പ് നൽകണേ അല്ലാഹ്, നീ മാപ്പ് നൽകണേ അല്ലാഹ്. കരുണയുടെ റഹ്മത്തിന്റെ പത്താണ് ഈ ആദ്യ പത്ത്, അല്ലേ? അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം ലഭിക്കാൻ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം ലഭിക്കാൻ, അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമ്മളിലേക്കും നമ്മളെ കുടുംബത്തിലേക്കും നമ്മളെ മക്കളിലേക്കും നമ്മളെ വീട്ടിലേക്കും പെയ്തിറങ്ങാൻ ഇൻഷാ അല്ലാഹ് രണ്ട് ഇസ്മുകളെ വെച്ച് ഇൻഷാ അല്ലാഹ് നമുക്കൊരു ദിക്റിനെ പറയട്ടെ. എൻ്റെ കൂടെ നിങ്ങൾ ചൊല്ലൂലേ? രണ്ട് ഇസ്മുകളെ വെച്ച് ഇൻഷാ അല്ലാഹ് ഈ ദിക്റിനെ നമുക്ക് ചൊല്ലാം. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. يا رحمن يا الله يا رحيم يا الله 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 يا رحمن يا الله يا رحيم يا الله. റഹീമീനായ തമ്പുരാനെ, അല്ലാഹ് ഞങ്ങളിലേക്ക് നീ കരുണയുടെ നോട്ടം നീ നോക്കണേ അല്ലാഹ്. റഹ്മത്തിന്റെ പത്തിലാണ് അല്ലാഹ് ഞങ്ങളുള്ളത്, നോമ്പുകാരായിട്ടാണ് അല്ലാഹ് ഞങ്ങൾ ഈ ദിക്റിനെ ചൊല്ലുന്നത്. അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. മുടങ്ങാതെ മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാഹ്, നീ റഹ്മത്ത് നീ കോരി ചൊരിഞ്ഞു കൊടുക്കണം അല്ലാഹ്, നീ കോരി ചൊരിഞ്ഞു കൊടുക്കണം അല്ലാഹ്. ഈ മജ്ലിസിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നവരുണ്ട് അല്ലാഹ്. അർഹമുർ റഹീമീനായ തമ്പുരാനെ, റഹ്മത്തിന്റെ പത്തിലല്ലാഹ് ഞങ്ങളെയും അവരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്, നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. ഹബീബായ തങ്ങൾ പറഞ്ഞൊരു മഹത്താക്കപ്പെട്ട ദിക്ർ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തത് ചൊല്ലാം. നമ്മളെ പാപങ്ങൾ പുറത്തു കിട്ടാൻ, നമ്മളിലുള്ള പാപങ്ങൾ പുറത്തു കിട്ടാൻ ഹബീബായ തങ്ങൾ പറഞ്ഞത് കടലിൽ വരുന്ന നുരകൾ കണ്ടിട്ടില്ല നിങ്ങൾ? നുരകൾക്ക് സമാനമായ പാപമുണ്ടെങ്കിലും അള്ളാഹു അത് പുറത്തു നൽകുമെന്ന് പറഞ്ഞ അതിമഹത്താക്കപ്പെട്ട ഒരു ദിക്ർ ഇൻഷാ അല്ലാഹ് നമുക്ക് ചൊല്ലിക്കൂടെ? ഈ പവിത്രമാക്കപ്പെട്ട പുണ്യങ്ങൾ പെയ്തിറങ്ങുന്ന ഈ പവിത്രമാക്കപ്പെട്ട റഹ്മത്തിന്റെ പത്തില് നമുക്ക് ചൊല്ലിക്കൂടെ? മുഅ്മിനീങ്ങളെ, ചൊല്ലിക്കൂടെ? റഹ്മത്ത് ചൊരിഞ്ഞിറങ്ങുന്ന ഈ മാസത്തിൽ നമ്മളെ തൊട്ട് റഹ്മത്ത് തടഞ്ഞു നിന്നാൽ, നമ്മളെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങളെ കൊണ്ട് റഹ്മത്ത് നമ്മളിൽ നിന്ന് തടഞ്ഞു നിന്നാൽ വലിയ ദുഃഖമാണ്, വലിയ കഷ്ടമാണ്. കാരണം നമ്മൾ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട്, ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ട്, ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ട് നോമ്പെടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്ത് നമുക്ക് അല്ലാഹുവിൻ്റെ റഹ്മത്ത് ഈ പത്തിൽ ലഭിച്ചിട്ടില്ലെങ്കിലോ വലിയ കഷ്ടമാണ്, വലിയ ദുഃഖമാണ്. അതുകൊണ്ട് ഈ റഹ്മത്തിന്റെ പത്തിൽ ഇൻഷാ അല്ലാഹ് ഹബീബായ തങ്ങൾ പറഞ്ഞ പാപങ്ങൾ പൊറുക്കാൻ കാരണമാകുമെന്ന് പറഞ്ഞ ഈ ദിക്ർ ഇൻഷാ അല്ലാഹ് നമുക്ക് ചൊല്ലാം. കൂട്ടമായിരുന്നു ചൊല്ലാം. നമുക്ക് ചൊല്ലാം. എൻ്റെ മുഅ്മിനീങ്ങളെ, നമുക്ക് ചൊല്ലാം. അല്ലാഹു
സ്വീകരിക്കുമാറാകട്ടെ. നമ്മളെ ജീവിതത്തിൽ വന്നുപോയ, അറിഞ്ഞു വന്നുപോയ പാപങ്ങള്, അറിയാതെ വന്നുപോയ പാപങ്ങള് അല്ലാ നീ പുറത്ത് നൽകണേ അല്ലാ, നീ മാപ്പാക്കി നൽകണേ അല്ലാ. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. أرحم الراحمين ആയ തമ്പുരാനെ, ഈ ദിക്ർ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെ പാപങ്ങളെ നീ പുറത്ത് നൽകണേ അല്ലാ, നീ മാപ്പാക്കി നൽകണേ അല്ലാ. നിങ്ങളെ ജീവിതത്തിൽ അറിഞ്ഞു വന്നു പോയ പാപങ്ങള്, അറിയാതെ വന്നു പോയ പാപങ്ങളെ നീ പൊറുക്കണേ അല്ലാ. ചെറുപാപങ്ങളെ നീ പൊറുക്കണേ അല്ലാ, വൻ പാപങ്ങളെ നീ പൊറുക്കണേ അല്ലാ. ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ അല്ലാ, നീ മാപ്പ് നൽകണേ അല്ലാ. ഈ റമളാനിൽ, ഈ റഹ്മത്തിന്റെ പത്തിൽ ധാരാളം റഹ്മത്ത് പെയ്തിറങ്ങുന്നവരിൽ അല്ലാ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാ. ഇൻഷാ അല്ലാഹ് അടുത്തത് ഹബീബായ തങ്ങളെ റൗള ശരീഫിലേക്ക് നമുക്ക് കുറച്ച് സ്വലാത്തുകൾ ചൊല്ലാം. അല്ലാ നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. ഹബീബായ റസൂലുള്ളാഹിന്റെ റൗള ശരീഫിലേക്ക് ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്തുകളെ നീ എത്തിക്കണേ അല്ലാ, നീ എത്തിക്കണേ തമ്പുരാനെ. السلام عليك أيها النبي ورحمة الله وبركاته. 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 رحم الراحمين ആയ തമ്പുരാനെ, ഈ സ്വലാത്തിനെ ഹബീബായ തങ്ങളെ റൗള ശരീഫിലേക്ക് നീ എത്തിക്കണേ അല്ലാ, നീ എത്തിക്കണേ തമ്പുരാനെ. ഈ പുണ്യമാക്കപ്പെട്ട മാസത്തിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ മുറാദുകളെ നീ ഹാസിലാക്കണേ അല്ലാ.
നീ ഹാസിലാക്കണേ അല്ലാ. ഞങ്ങളെ കണ്ണടയുന്നതിന് മുന്നേ, റൂഹ് പിരിയുന്നതിന് മുന്നേ ഹബീബായ റസൂലുള്ളാഹിന്റെ റൗള ശരീഫിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ അല്ലാ. ഹബീബായ തങ്ങളെ മനാമിലൊന്ന് കാണാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ. നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ അല്ലാ. ഇൻഷാ അല്ലാഹ് അടുത്ത സ്വലാത്ത് സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം. അർഹമുർ റഹീമീനായ തമ്പുരാനെ, അല്ലാഹ് ഹബീബായ റസൂലുള്ളാഹിന്റെ ആ റൗള ശരീഫിലേക്ക് ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് നീ എത്തിക്കണേ അല്ലാഹ്. നീ എത്തിക്കണേ അല്ലാഹ്. നീ കബൂലാക്കണേ അല്ലാഹ്. പുണ്യങ്ങളുടെ പൂക്കാലമായ റമളാനിൽ ഇൻഷാ അല്ലാഹ് ഞങ്ങളിതാ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് നോമ്പുകാരായി ചൊല്ലിയ ഈ സ്വലാത്തിനെയും ദിക്റിനെയും നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ കബൂലാക്കണേ അല്ലാഹ്. നീ കബൂലാക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ദുആ ചെയ്യാൻ പോവാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി ആമീൻ പറയാം. നമ്മൾ ധാരാളം ദിക്റുകൾ ചൊല്ലി, ദുആകൾ ചെയ്ത്, സ്വലാത്തുകൾ ചൊല്ലി അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇതെല്ലാം നീ കബൂലാക്കണേ അല്ലാഹ്. പവിത്രമാക്കപ്പെട്ട മാസത്തിൽ പുണ്യങ്ങൾ പെയ്തിറങ്ങുന്ന, അല്ലാഹുവിൻ്റെ റഹ്മത്ത് പെയ്തിറങ്ങുന്ന ആദ്യത്തെ 10 ഞാൻ നിലകൊള്ളുന്നത്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ കബൂലാക്കണേ അല്ലാഹ്. നമ്മൾ ആമീൻ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സങ്കടത്തിലും വലിയ പ്രയാസത്തിലും വലിയ പ്രതിസന്ധിയിലും ഇടങ്ങേറിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. അതിൽ നിന്ന് വലിയ സംരക്ഷണമാകാൻ ഇതിലൊരു ആമീൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മജ്ലിസിൽ പങ്കെടുത്ത് എല്ലാ ദിവസവും ഇടുന്ന ഈ മജ്ലിസിൽ പങ്കെടുത്ത് ഇൻഷാ അല്ലാഹ് ആമീൻ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ് നമ്മളെ മുറാദ് ഹാസിലാവുക എന്ന് പറയാൻ പറ്റില്ല എൻ്റെ മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് എല്ലാ മജ്ലിസിലും പങ്കെടുത്ത് ഉള്ള സമയത്ത് ഇതിന് മാറ്റിവെക്ക് ലൈവായിട്ടല്ലല്ലോ, എപ്പോഴും നിങ്ങൾക്ക് കാണാലോ, എപ്പോഴും ഞങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ കാണാലോ. ഇൻഷാ അല്ലാഹ് അതിനായിട്ട് സമയം മാറ്റി വെച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളെ പണിക്ക് കഴിഞ്ഞിട്ട് അതിനുള്ള സമയം മാറ്റി വെച്ച് ഇൻഷാ അല്ലാഹ് കണ്ട് ആമീൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദുആയിലും ഈ ദിക്റിൻ്റെ ദുആയിൻ്റെ മജ്ലിസിൽ പങ്കെടുത്താൽ നിങ്ങൾ ആമീൻ പറഞ്ഞ അല്ലാഹുവിൻ്റെ ആമീൻ സ്വീകരിച്ച്. ഇതിൽ ധാരാളം ആളുകളാണ് കാണുന്നത്. ഒരു ആബിദായ അള്ളാനെ ഭയന്ന് ജീവിക്കുന്ന ഒരാളുടെ ആമീൻ അല്ലാഹു സ്വീകരിച്ചാൽ നമുക്കെല്ലാവർക്കും നമ്മളെ ദുആ മുതലായി, നമ്മളെ മുറാദുകൾ ഹാസിലാവും. നമ്മളെ ദുആ മുതലായി നിങ്ങളെ മുതലായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങളെ ദുആക്ക് ഇജാബത്ത് അല്ലാഹ് നീ നൽകണേ അല്ലാഹ്. നീ നൽകണേ.
آمين. الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد الفاتح لما علق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. يا الله يا الله يا رحمن يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا معيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا رافع يا الله يا مذل يا الله يا سميع يا الله يا ذا الجلال والإكرام يا الله. حسبنا الله ونعم الوكيل نعم المولى ونعم النصير. حسبنا الله ونعم الوكيل نعم المولى ونعم النصير. حسبنا الله ونعم الوكيل نعم المولى ونعم النصير. يا ودود يا ودود يا ودود يا الله أرحم الراحمين يا രാജാതി രാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഞങ്ങളുടെ ദുആനെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. അടിമകളായ ഞങ്ങളെ യജമാനനായി നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ ഹൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്, നീ ഹൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്, നീ ഹൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്. അർഹമുർ റഹീമിനായ തമ്പുരാനെ ഞങ്ങളെ തേട്ടത്തെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഞങ്ങളെ ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്. ഹസദില്ലാത്ത കിബ്റില്ലാത്ത നല്ല സംശുദ്ധമായ ഹൃദയങ്ങൾ അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്, നീ നൽകണേ അല്ലാഹ്. ഞങ്ങളെ നീ കാത്തോളണേ അല്ലാഹ്, കാത്ത് സംരക്ഷിക്കണേ അല്ലാഹ്, കാത്ത് സംരക്ഷിക്കണേ അല്ലാഹ്. ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണേ അല്ലാഹ്, ഈമാൻ പരിപൂർണമാക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ നെറ്റിത്തടം ഉയർത്ത് പുഞ്ചിരി തൂകി മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്, ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അവരെ ചെറുതും വലുതുമായ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുന്നവരുണ്ട് അല്ലാഹ്. അവരെ മുറാദുകളെ നീ ഹാസിലാക്കണേ അല്ലാഹ്, അവരെ ഉദ്ദേശങ്ങളെ നീ പൂവണിയിച്ചു കൊടുക്കണം അല്ലാഹ്. നമ്മളെ ഈ സയ്യിദിയ്യ മജ്ലിസിനെ ഹൃദയത്തോട് വെച്ച് ഇഷ്ടം വെക്കുന്നവരുണ്ട് അല്ലാഹ്. ഒരു മജ്ലിസ് പോലും മുടങ്ങാതെ വീക്ഷിക്കുന്നവരുണ്ട് അല്ലാഹ്. കൊയക്കൽ അല്ലാഹ്, നീ തളർത്തൽ അല്ലാഹ്. അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ല അല്ലാഹ്, അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാഹ്, അവർക്ക് മുസീബത്തുകൾ കൊടുക്കല്ല അല്ലാഹ്. ധാരാളം സഹോദരി സഹോദരന്മാര് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഭർത്താക്കന്മാരുടെ കാര്യം പറഞ്ഞ് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത എൻ്റെ സഹോദരിമാരുണ്ട് അല്ലാഹ്. ഭർത്താക്കന്മാർ നന്നാക്കണേ അല്ലാഹ്, അവർക്ക് ഹൈറായ ജോലി കൊടുക്കണേ അല്ലാഹ്. ജോലി ഉള്ളവർക്ക് അല്ലാഹ് അതിൽ അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ്. സാലറിയിൽ വർധനവ് കൊടുക്കണേ അല്ലാഹ്. ബുദ്ധിമുട്ടുകളെ തീർത്തു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹ് അവരുടെ ജീവിതത്തിൽ അല്ലാഹ് മനസ്സമാധാനം നീ നൽകണേ അല്ലാഹ്, ഐക്യം നിലനിർത്തണേ അല്ലാഹ്. ഭർത്താക്കന്മാരെ ദുശീലങ്ങൾ മാറാൻ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത എൻ്റെ സഹോദരിമാരുണ്ട് അല്ലാഹ്. ഭർത്താക്കന്മാരെ നന്നാക്കണേ അല്ലാഹ്, അവരെ ദുശീലങ്ങളെ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ നല്ല ബുദ്ധി അവർക്ക് കൊടുക്കണേ അല്ലാഹ്, നല്ല ബുദ്ധി കൊടുക്കണേ അല്ലാഹ്, നല്ല ബുദ്ധിയെ നീ തോന്നിപ്പിക്കണേ അല്ലാഹ്. മക്കളുടെ കാര്യം പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. മക്കളെ നന്നാക്കണേ അല്ലാഹ്, സ്വാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാഹ്. റൗഡികളും തമ്മാടികളും ആക്കല്ല അല്ലാഹ്. നാടിനും വീടിനും നാട്ടുകാർക്കും ഉപകരിക്കുന്ന നല്ല പൊന്നു മക്കളാക്കണേ അല്ലാഹ്. ലഹരിക്കടിമപ്പെടുന്ന മക്കളാക്കി ഞങ്ങളെ മക്കളെ മാറ്റല്ല അല്ലാഹ്. മക്കളുടെ കാരണത്താൽ കണ്ണീര് വാർക്കേണ്ട ഒരവസ്ഥ ഈ
സയ്യിദിയ മജ്ലിസ് കാണുന്ന ഒരു ഉമ്മാക്കും ഒരു ഉപ്പാക്കും നീ നൽകല്ലേ അല്ലാഹ്, നീ നൽകല്ലേ അല്ലാഹ്. ഇന്ന് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്ത, കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്ത, മക്കളുടെ കാര്യങ്ങൾ, ലഹരിക്ക് അടിമപ്പെടുന്ന മക്കളുടെ കാര്യങ്ങളാണ് അല്ലാഹ്. അത്തരം അവസ്ഥ അല്ലാഹ് ഞങ്ങളുടെ മക്കൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, നീ നൽകല്ലേ തമ്പുരാനെ. അവരെ ജോലി തടസ്സങ്ങൾ പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അല്ലാഹ് ഹൈറായ ജോലി നീ അടുപ്പിക്കണം അല്ലാഹ്. അവരെ വിവാഹ തടസ്സങ്ങൾ പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അല്ലാഹുവേ ഹൈറായ ഇണകളെ നീ അടുപ്പിക്കണം അല്ലാഹ്, നീ അടുപ്പിക്കണേ തമ്പുരാനെ. ഞങ്ങളെ നീ നന്നാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഖൈറിന്റെ അഹ്ലുകാരിൽ അല്ലാഹ് ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്, നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ധാരാളം ദുആ വസിയത്തുകളുണ്ട് അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. അവരെ മുറാദുകളെ നീ ഹസിലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ധാരാളം രോഗികൾ നമ്മളെ മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാഹ്. അല്ലാഹുവേ അല്ലാഹുവേ ആജിലായ കാമിലായ ശിഫ അവർക്ക് നീ നൽകണേ അല്ലാഹ്. ക്യാൻസർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, ട്യൂമർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, അറ്റാക്ക് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, ബ്ലഡ് ട്യൂമർ അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. ഞങ്ങൾ സമ്പാദിച്ച സമ്പത്ത് മുഴുവനും ഹോസ്പിറ്റലിൽ പോയി കൊണ്ടുപോയി കെട്ടിവെക്കുന്ന ഒരവസ്ഥ അല്ലാഹുവേ, അത്തരം രോഗങ്ങളല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, നീ നൽകല്ലേ തമ്പുരാനെ. മൂത്രത്തിന് പൈപ്പിട്ട്, കാഷ്ടത്തിന് പൈപ്പിട്ട്, ഭക്ഷണത്തിന് പൈപ്പിട്ട് ഒരു മൂലയിൽ കിടക്കേണ്ട രോഗികളാക്കി ഞങ്ങളെ മാറ്റല്ലേ അല്ലാഹ്. ഈ ഉമ്മയൊന്ന് മരിച്ചു കിട്ടിയാ മതിയായിരുന്നു, ഈ ഉപ്പയൊന്ന് മരിച്ചു കിട്ടിയാ മതിയായിരുന്നു മക്കൾ പറയുന്ന അവസ്ഥയിൽ അല്ലാഹ് ഞങ്ങളെ നീ കെടുത്തല്ലേ അല്ലാഹ്. അത്തരം അവസ്ഥയിൽ അല്ലാഹ് ഞങ്ങളെ നീ കെടുത്തല്ലേ അല്ലാഹ്. മരണം ഹൈറാകുന്ന സമയത്ത് നല്ലവരുടെ സാന്നിധ്യത്തിൽ നല്ലത് ചൊല്ലിപ്പറഞ്ഞ് മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്, ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹ് ഞങ്ങൾക്ക് നീ വിജയം നൽകണേ അല്ലാഹ്. പരാജിതരിൽ ഞങ്ങളെ ചേർക്കല്ലേ അല്ലാഹ്, ഞങ്ങളെ നീ ഉൾപ്പെടുത്തല്ലേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ് നീ ഞങ്ങളെ സംരക്ഷിക്കണേ അല്ലാഹ്, നീ ഞങ്ങൾക്ക് കാവൽ നൽകണേ അല്ലാഹ്. ധാരാളം പ്രവാസികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. എൻ്റെ പ്രവാസികളെ നീ കൊയക്കല്ലേ അല്ലാഹ്, അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ലേ അല്ലാഹ്, അവർക്ക് പ്രയാസങ്ങൾ കൊടുക്കല്ലേ അല്ലാഹ്. പ്രവാസ ജീവിതം ഒരു പ്രയാസകരമാക്കല്ലേ അല്ലാഹ്. തനാസുൽ റെഡിയായിട്ടില്ല തങ്ങളെ, ഇഖാമ ശരിയായിട്ടില്ല തങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അർഹമുർ റഹീമീനായ തമ്പുരാനെ, അവരെ പ്രയാസങ്ങളെ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്, ബുദ്ധിമുട്ടുകളെ തീർത്തു കൊടുക്കണേ അല്ലാഹ്. അവിടുന്ന് മരണപ്പെട്ട് പെട്ടിയിലാക്കി ജനാസ നാട്ടിലേക്ക് കൊണ്ടുവരുന്നൊരവസ്ഥ ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ മജ്ലിസിനെ സ്നേഹിക്കുന്ന ഒരു പ്രവാസിക്കും കൊടുക്കല്ലേ അല്ലാഹ്. അത്തരം അവസ്ഥ കൊടുത്ത് പരീക്ഷിക്കല്ലേ അല്ലാഹ്. ഞങ്ങളെ നീ കാത്തോളണേ അല്ലാഹ്. മരണം ഹൈറാകുന്ന സമയത്ത് നല്ലവരുടെ സാന്നിധ്യത്തിൽ നല്ലത് ചൊല്ലിപ്പറഞ്ഞ് മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്, ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ധാരാളം എൻ്റെ ദ്വീപ് നിവാസികൾ, ദ്വീപ് സഹോദരി സഹോദരന്മാർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അല്ലാഹുവേ അവരെ നീ കാത്തോളണേ അല്ലാഹ്. അവർക്ക് ഖൈർ നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്, ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഈ പുണ്യമാക്കപ്പെട്ട റമളാൻ മാസം അല്ലാഹുവേ ഖൈറിന്റെ നിലയിൽ സാക്ഷി നിൽക്കുന്ന മാസങ്ങളിൽ നീ ചേർക്കണേ അല്ലാഹ്, നീ ചേർക്കണേ അല്ലാഹ്. ധാരാളം ഇബാദത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. അതിനുള്ള ആരോഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ അല്ലാഹ്. നോമ്പും 30 നോൽക്കാൻ അല്ലാഹ്
ഞങ്ങൾക്കൊരു കൂവത്ത് നൽകണേ അല്ലാ. അസുഖങ്ങളോ ബുദ്ധിമുട്ടുകളോ നൽകല്ലേ അല്ലാ. ധാരാളം ഖത്മുകൾ പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. നീ ഭാഗ്യം നിന്ന് അനുഗ്രഹിക്കണേ അല്ലാ. അർഹമുർ റഹീമീനായ തമ്പുരാനെ, ഞങ്ങൾ ധാരാളം ആളുകൾ മൗത്തായി പോയി അല്ലാ. കഴിഞ്ഞ റമളാനിൽ ഞങ്ങളോടൊപ്പം ദുആക്ക് ആമീൻ പറഞ്ഞിരുന്നവര്, ദിക്റുകൾ ചൊല്ലിയിരുന്നവര്, സ്വലാത്തുകൾ ചൊല്ലിയിരുന്നവര്, നോമ്പനുഷ്ഠിച്ചിരുന്നവര്, അർഹമുർ റഹീമീനായ അല്ലാ ഇന്ന് 6 അടി മണ്ണിലാണ് അല്ലാ. അവർക്ക് നീ പുറത്തു കൊടുക്കണം അല്ലാ. ഞങ്ങൾ മജ്ലിസിൽ പറഞ്ഞതും ചൊല്ലിയതുമായ കാര്യങ്ങൾ അല്ലാ അവരെ ഖബറിലേക്ക് നീ എത്തിക്കണേ അല്ലാ. ഒരു നൂറാനിയത്തായി, ഒരു പ്രകാശമായി നീ എത്തിക്കണേ അല്ലാ. ഖബർ കണ്ണെത്താ ദൂരത്തോളം നീ വിശാലത കൊടുക്കണേ അല്ലാ. അതുപോലെ ഞങ്ങളെ കുടുംബങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ മൗത്തായി പോയി അല്ലാ. അവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. അവർക്ക് പുറത്ത് മാപ്പാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ 10 മാസം നൊന്തു പ്രസവിച്ച് മാറോടണച്ച് അമ്മിഞ്ഞപ്പാല് തന്ന പൊന്നാര പൊന്നുമ്മ ഇന്ന് ഖബറിലാണ് അല്ലാ. ഞങ്ങൾ ഈ നിലയിലാവാൻ വേണ്ടി മെഴുകുതിരി ഒരുങ്ങി തീർന്നതുപോലെ ഒരുങ്ങി തീർന്ന പൊന്നാര പൊന്നുപ്പ ഇന്ന് ഖബറിലാണ് അല്ലാ. ഉപ്പാക്കും ഉമ്മാക്കും നീ പൊറുക്കണേ അല്ലാ. നീ മാപ്പാക്കണേ അല്ലാ. അവരെ ഖബർ കണ്ണെത്താ ദൂരത്തോളം നീ വിശാല നൽകണേ അല്ലാ. നീ വിശാല നൽകണേ അല്ലാ. നിന്റെ മലാക്കന്മാരുടെ സഹായം പൊന്നുമ്മാന്റെയും പൊന്നുപ്പാന്റെയും ഖബറിൽ നീ എത്തിക്കണേ അല്ലാ. സ്വർഗത്തിൽ നിന്നൊരു ഫിറാശ് പൊന്നുമ്മാന്റെയും പൊന്നുപ്പാന്റെയും ഖബറിൽ നീ വിരിപ്പിക്കണേ അല്ലാ. നീ വിരിപ്പിക്കണേ തമ്പുരാനെ, അർഹമുർ റഹീമീനായ അല്ലാ. അതുപോലെ ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും മൗത്താകുമല്ലോ. ഞങ്ങളെ വീടിന്റെ ഇമ്പരപ്പടിയിൽ ഉണക്കട്ടി ഞങ്ങളെ മലർത്തി അങ്ങ് കെടുത്തുമല്ലോ. ഈ താണ്ടി തലയിലേക്ക് കെട്ടപ്പെടുമല്ലോ. മൂക്കിൽ പഞ്ഞി തിരുകപ്പെടുമല്ലോ. ആ സമയത്ത് മുഖത്തീമാനിന്റെ പ്രഭ നൽകണമല്ലോ. മുഖത്തീമാനിന്റെ പ്രഭ നൽകണമല്ലോ. മുഖത്തീമാനിന്റെ പ്രഭ നൽകണമല്ലോ. ഞങ്ങളെ ജനാസയും ചുമന്ന് വയ്യോരങ്ങളിലൂടെ കൊണ്ടുപോകുന്ന സമയത്ത് ഖദ്ദിമൂനി എന്ന് പറയുന്ന ജനാസകളെ ഞങ്ങളെ ജനാസയെ ചേർക്കണമല്ലോ. നീ ചേർക്കണമല്ലോ. ഊരക്ക് മണ്ണിട്ട് ഞങ്ങളെ ഖബറിലേക്ക് അങ്ങ് ഇറക്കി വെക്കും. ഈ കവിള് മണ്ണിനോട് ചേർക്കപ്പെടുമല്ലോ. ആ സമയത്ത് ഖബറിൽ രക്ഷ നൽകണമല്ലോ. നിന്റെ മലാക്കന്മാരുടെ സഹായം ഖബറിൽ ഞങ്ങൾക്ക് നീ നൽകണമല്ലോ. അല്ലാ ഖബർ കണ്ണെത്താ ദൂരത്തോളം നീ വിശാല നൽകണമല്ലോ. ഖബർ കുടുസാക്കല്ലോ. വിശാല നൽകണമല്ലോ. ഞങ്ങൾ ചെയ്തതും ചൊല്ലിയതുമായ കാര്യങ്ങൾ ഖബറിലേക്കൊരു നൂറാനിയത്തായ ഒരു പ്രകാശമായി നീ എത്തിക്കണമല്ലോ. നീ എത്തിക്കണമല്ലോ. ഞങ്ങൾ ജീവിതകാലത്ത് കൊടുത്ത സ്വതക്കകളല്ലോ നീ സ്വീകരിക്കണമല്ലോ. നീ കബൂലാക്കണമല്ലോ. ഉപ്പാപ്പ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരുകരങ്ങളിൽ നിന്നും ഹൗദുൽ കൗസർ കുടിക്കുന്ന മുത്തഖീങ്ങളെ ഞങ്ങളെ ചേർക്കണമല്ലോ. നീ ചേർക്കണമല്ലോ. ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൃക്കല്യാണം 2 കണ്ണുകൊണ്ട് കാണാൻ ഏറ്റമേറ്റം ഹുദവി നൽകണമല്ലോ. ഹുദവി നൽകണേ തമ്പുരാനെ. അല്ലാഹ് ഈ മജ്ലിസിനെ കാണുന്നവരെ നീ കൊയക്കല്ല അല്ലാ. അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാ. അവർക്ക് പ്രയാസങ്ങൾ കൊടുക്കല്ല അല്ലാ. ഈ മാസത്തിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട്, ഈ ദിവസത്തിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് ഞങ്ങളെ നീ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാ. ദുആക്ക് ഉത്തരം ലഭിക്കുന്ന ദിവസത്തിലാണ്, ദിനത്തിലാണ് അല്ലാഹ് ഞങ്ങൾ നിലകൊള്ളുന്നത്. അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ നോമ്പുകാരായിട്ടാണ് നിലകൊള്ളുന്നത്. അല്ലാഹ് ഞങ്ങളെ നോമ്പിനെ നീ
സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. നിന്റെ സ്വർഗം ഞങ്ങൾക്ക് അവകാശമില്ല അല്ലാ, നീ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. കത്തിക്കരിയുന്ന ഭീകരമായ ഭയാനകരമായ നരകം അല്ലാ ഞങ്ങൾക്ക് നീ ഹറാമാക്കണേ അല്ലാ, നീ ഹറാമാക്കണേ അല്ലാ, നീ ഹറാമാക്കണേ അല്ലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരിശ് ശൈത്താൻ വമിൻ ളുൽമിസ് സുൽത്താൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സുബ്ഹാനല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.